തുടങ്ങാമോ? അപ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ മഞ്ചേശ്വരത്തും പാലക്കാട്ടും മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി ഉണ്ടാക്കിയ വോട്ട് കച്ചവടത്തെക്കുറിച്ചും നേമത്ത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ചും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള മഞ്ചേശ്വരത്തും പാലക്കാട്ടും മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് വോട്ട് മറിച്ചു കൊടുത്തു, കോൺഗ്രസുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് പരസ്യമായിരിക്കുകയാണ്. മാത്രമല്ല, നേമത്ത് BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വവുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ധാരണയുണ്ടാക്കിയതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കേരളീയ പൊതുസമൂഹത്തോട് നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ 3 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തീവ്രവാദ സംഘടനകളായ PFI ഉൾപ്പെടെയുള്ള SDPI ഉൾപ്പെടെയുള്ള ജിഹാദി സംഘടനകളുമായി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ധാരണയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇന്നലത്തെ പത്രസമ്മേളനം നിങ്ങളുടെ മാധ്യമങ്ങളുമായി സംവദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരാരോപണം ഉന്നയിച്ചത് BJPക്ക് ചില മണ്ഡലങ്ങളിൽ 2016 ഇത്തവണ വോട്ട് കുറഞ്ഞു, അവിടെ ചിലയിടത്ത് കോൺഗ്രസ് ജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ കച്ചവടം നടത്തി എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് 2016 ലഭിച്ച വോട്ട് CPMന് LDFന് ഇത്തവണ ലഭിച്ചിട്ടില്ല. പാലക്കാട് 2016 LDFന് ലഭിച്ച വോട്ട് ഇത്തവണ ലഭിച്ചിട്ടില്ല. കണക്ക് നിങ്ങളുടെ കൈകളിലുണ്ടാകും. എന്നാലും ഞാൻ പറയുകയാണ്, 2021 മഞ്ചേശ്വരത്ത് LDFന് ലഭിച്ചത് 40,369 വോട്ടാണ്. എന്നാൽ 2016 ഇത് 42,565 അതായത് 2016 ഏതാണ്ട് 2,196 വോട്ട് LDF ഇത്തവണ കുറവാണ്. പാലക്കാട് 2021 അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 36,433 വോട്ടാണ് കിട്ടിയത്. പക്ഷെ 2016 ഇത് 38,675 2016 ലഭിച്ചതിനേക്കാൾ 2,242 വോട്ട് ഇപ്പോൾ പാലക്കാട് LDFന് കുറവാണ്. മാത്രമല്ല, ഇപ്പോൾ BJP ഇപ്പോൾ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ BJPക്ക് വോട്ട് കുറഞ്ഞു, കോൺഗ്രസ് ജയിച്ചു, ഞങ്ങൾ കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ മാത്രമല്ല വോട്ട് കുറഞ്ഞു, മറ്റു പല മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ CPMും ജയിച്ചിട്ടുണ്ട്. എന്നാൽ മഞ്ചേശ്വരത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് വോട്ട് കുറഞ്ഞത് ഒരേ ഒരു മണ്ഡലം മാത്രമാണ്, മഞ്ചേശ്വരത്താണ്. പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് വോട്ട് കുറഞ്ഞത് പാലക്കാട് നിയമസഭാ മണ്ഡലം മാത്രമാണ്. ബാക്കി 11 മണ്ഡലങ്ങളിലും LDFന് 5,000 മുതൽ 20,000 വരെയുള്ള വർധനവുണ്ട്. അപ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി ഉണ്ടാക്കിയ LDF UDFുമായി ഉണ്ടാക്കിയ വോട്ട് കച്ചവടമാണെന്ന് വളരെ വ്യക്തമല്ലേ? മാത്രമല്ല, ഇതിൽ യാതൊരു രഹസ്യവുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മഞ്ചേശ്വരത്ത് NDAയെ തോൽപ്പിക്കാൻ, BJPയെ തോൽപ്പിക്കാൻ KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ LDFനോട് CPMനോട് പരസ്യമായ സഹായം തേടിയിരുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് മഞ്ചേശ്വരത്ത് BJPയെ തോൽപ്പിക്കണം, അതിന് CPM സഹായിക്കണം. പെരിയയിലെ 2 സഹപ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPMൻ്റെ സഹായം പരസ്യമായി തേടാൻ KPCC പ്രസിഡന്റ് തയ്യാറായി. ഇപ്പം ആ KPCC പ്രസിഡന്റ് അഭ്യർത്ഥന
മുഖ്യമന്ത്രി സ്വീകരിച്ചെന്നും LDF സ്വീകരിച്ചെന്നും അതുവഴി വോട്ട് കച്ചവടം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വോട്ടിൻ്റെ എണ്ണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ ഇന്നലെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിപ്പെട്ടിട്ടുണ്ടാകും, നമ്മുടെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ ശ്രീമാൻ AK ബാലൻ പറഞ്ഞു, പാലക്കാട്ട് മെട്രോമാൻ ശ്രീധരൻ ജയിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം കോൺഗ്രസ് നേതാവ് UDF നേതാവ് ഷാഫി പറമ്പിൽ ജയിക്കുന്നതാണ്. സത്യത്തിൽ പാലക്കാട് കോൺഗ്രസുമായുള്ള വോട്ട് കച്ചവടത്തിൽ അല്ലെങ്കിൽ ഡീലിൽ നേതൃത്വം നൽകിയത് AK ബാലനാണെന്ന് വളരെ വ്യക്തം. AK ബാലൻ പറയേണ്ടത് പാലക്കാട് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ, ചർച്ച നടത്തിയിട്ടുണ്ടോ? പറയാൻ വ്യക്തമാക്കണം അദ്ദേഹം. ഞങ്ങൾ ഇതുവരെ AK ബാലൻ ലീഡറാണെന്നാണ് മനസ്സിലാക്കിയത്, ഇപ്പം ഡീലറായിട്ട് മാറി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഈ കച്ചവടങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ അനുമതിയോടും അനുവാദത്തോടും കൂടിയിട്ടുള്ളതാണ്. മാത്രമല്ല പാലക്കാടും മഞ്ചേശ്വരത്തും വോട്ട് കച്ചവടമാണ് നടന്നത്. പക്ഷേ നേമത്ത് മറ്റൊരു തരത്തിൽ കോൺഗ്രസുമായുള്ള ധാരണയാണ് മാർക്സിസ്റ്റ് പാർട്ടി LDF പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. അവിടെ മുൻ KPCC പ്രസിഡന്റിനെ തന്നെ വിലക്കെടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC പ്രസിഡന്റ് ജയിക്കാൻ വേണ്ടിയല്ല നേമത്ത് അദ്ദേഹം മത്സരിച്ചത്, 2ാം സ്ഥാനത്തിനും വേണ്ടിയല്ല. 3ാം സ്ഥാനമോ 4ാം സ്ഥാനമോ കിട്ടിയാലും BJPയെ NDA പരാജയപ്പെടുത്തണം, കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തണം എന്ന CPMൻ്റെ അജണ്ട, പിണറായി വിജയൻ്റെ അജണ്ട, BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കണമെന്നുള്ള പിണറായി വിജയൻ്റെ അജണ്ട പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ MP ആയിട്ടുള്ള മുരളീധരൻ തന്നെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിനെ സംബന്ധിച്ച് എന്ത് ധാരണയാണ് ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്കറിയാം ഈ ധാരണ എന്താണെന്ന്. യഥാർത്ഥത്തിൽ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് പിണറായി വിജയൻ്റെ ബിനാമിയായിട്ട് മാറുകയാണ് ചെയ്തത്. കോൺഗ്രസ് ജയിക്കാനായിരുന്നില്ല, മുരളീധരൻ ജയിക്കാനായിരുന്നില്ല അദ്ദേഹം മത്സരിച്ചത്, ശിവൻകുട്ടിയെ ജയിപ്പിക്കാനായിരുന്നു, CPMനെ ജയിപ്പിക്കാനായിരുന്നു മുരളീധരൻ മത്സരിച്ചത്. ഇത് KPCC നേതൃത്വവുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ധാരണയാണോ, അല്ലെങ്കിൽ CPM കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം എടുത്തത് എന്നവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാനെങ്കിലും കോൺഗ്രസിനെയും UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസിലെ മുരളീധരനെ പോലുള്ള നേതാക്കന്മാരെ വിലക്കെടുക്കാൻ സാധിച്ചതിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഞങ്ങൾ പ്രകീർത്തിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് തങ്ങൾക്കെതിരായ പ്രധാന പ്രതിപക്ഷത്തെ വിലക്ക് വാങ്ങാൻ സാധിച്ചു എന്നുള്ളത് BJP വിരോധത്തിൻ്റെ പേരായാലും ഏത് കാരണത്തിലായാലും സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് വ്യക്തമാക്കുന്നത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഇതിനൊക്കെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത് പരസ്യമാക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. 2, ഇപ്പം നോക്കുക, മഞ്ചേശ്വരത്തും പാലക്കാട് അതുപോലെ തന്നെ നേമം ഇവിടെയൊക്കെ BJP പരാജയപ്പെട്ടപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ചത് കേവലം LDF UDF മാത്രമല്ല, SDPI ഉൾപ്പെടെ ജിഹാദി സംഘടനകളാണ്. ജിഹാദി സംഘടനകൾ SDPI ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ BJP തോൽക്കണം, അതിന് ഞങ്ങൾ LDFന് വോട്ട് ചെയ്തു, പ്രത്യേകിച്ച് നേമത്ത് വോട്ട് ചെയ്തു, പല സ്ഥലത്തും വോട്ട് ചെയ്തു. ഇപ്പോൾ കേരളത്തിലുടനീളം CPM LDF ഈ പാക് മതഭീകര സംഘടനയായിട്ടുള്ള ജിഹാദി സംഘടനയായിട്ടുള്ള SDPIയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണ അവർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ BJP പരാജയപ്പെട്ടപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലുള്ള വലിയ ആഹ്ലാദമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവർ LDFുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണയെ സംബന്ധിച്ചും പരസ്യമായിട്ട് അവർ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? അതായത്
സ്വാഭാവികമായിട്ടും ജിഹാദി സംഘടനകൾക്ക്, പാക് മതഭീകര സംഘടനകൾക്ക് അവർ കേരളത്തിൽ വേരുറപ്പിക്കാൻ, അവരുടെ പരിശീലനം നടത്താൻ, ആയുധ പരിശീലനം നടത്താൻ, ആയുധം സംഭരിക്കാൻ അവർക്കൊരു താവളം വേണം. അവർക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ്റിനെ ഇവിടെ അവരോധിക്കണം. അത് അവരുടെ അജണ്ടയാണ്. പക്ഷേ അത്തരമൊരു അജണ്ടയുമായിട്ട് യോജിച്ചു പോകുന്ന നിലപാടാണ് കേരളത്തിൽ CPM LDF സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ അധികാരത്തിലേറാൻ പോകുന്ന രണ്ടാം LDF മന്ത്രിസഭ CPM നിയന്ത്രണത്തിലാകുമോ അതോ ജിഹാദി സംഘടനകൾ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് ആകുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഭാവി കേരളം ഭയാശങ്കയോടുകൂടി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് മാർക്സിസ്റ്റ് ജിഹാദി സഖ്യത്തെക്കുറിച്ചായിരിക്കും എന്ന് വളരെ വ്യക്തമാണ്. ഇത് അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്. അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, BJPക്കും NDAക്കും വിജയസാധ്യതയുള്ള മണ്ഡലത്തിലാണ് ഈ അവിശുദ്ധ സഖ്യം അരങ്ങേറുന്നത്. ഇത് നേരത്തെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഈ അവിശുദ്ധ സഖ്യം മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം അരങ്ങേറിയതാണ്. ഇപ്പോൾ ആ സഖ്യം കേരളത്തിൽ BJPക്ക് വിജയിക്കാൻ കേരളത്തിലെ മറ്റു ജില്ലകളിലും മറ്റു മണ്ഡലങ്ങളിലും സാധ്യതയുണ്ടെന്ന് വന്നപ്പോൾ ഈ അവിശുദ്ധ സഖ്യം സംസ്ഥാന വ്യാപകമാകാൻ തുടങ്ങി. ഒരുപക്ഷെ ഇപ്പം നമ്മൾ 2004 മുതൽ 14 വരെ 2004 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന UPA ഉണ്ടല്ലോ, കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം. അതിൻ്റെ ആരംഭം കാസർഗോഡ് മഞ്ചേശ്വരത്തും ഉണ്ടായിട്ടുള്ള മാർക്സിസ്റ്റ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമാണ് ദേശീയ തലത്തിൽ വരെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ബംഗാളിലുണ്ട്, ആസാമിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പുതുച്ചേരിയിലുണ്ട്. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിന് മറുപടി പറയണം. ഇത് ഞാൻ കണക്കാ പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചൊരു ഇതാണ്. 2016 വോട്ട് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മറ്റ് ഇന്ന് കോൺഗ്രസ്സാണ് ജയിച്ചത്, അവർ ഞങ്ങൾ വോട്ട് കച്ചവടഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദമുഖം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദത്തിൽ അത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിക്കണം. ഇത് മാത്രമല്ല, ഞങ്ങൾ ഒരു സ്ഥലത്തും വോട്ട് കച്ചവടം നടത്തിയിട്ടില്ല. ഇവിടെ വോട്ട് കച്ചവടം നടത്തിയെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായം പരസ്യമായി തേടിയിട്ടുണ്ട് മഞ്ചേശ്വരത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ AK ബാലൻ, നിങ്ങളെന്തിനാ നിഷേധിക്കുന്നത്? മാർക്സിസ്റ്റ് കോൺഗ്രസ് വോട്ട് കച്ചവടം ഇന്നലെ CPM നേതാവ് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തിനാ നിഷേധിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ നല്ല അങ്ങനെയാണ്. ആ ശരി, BJP വോട്ട് കുറഞ്ഞതിനെ കുറിച്ചാണ്. അല്ല, BJPക്ക് ഇപ്പം മഞ്ചേശ്വരത്ത് ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. 10,000 വോട്ട് മഞ്ചേശ്വരത്ത് BJP കൂടുതൽ പിടിച്ചിട്ടുണ്ട് 2016 മനസ്സിലാക്കണം. 10,000 പാലക്കാട് 10,000 വോട്ട് BJP 2016 കൂടുതൽ പിടിച്ചിട്ടുണ്ട്. വേണ്ടാത്തതുകൊണ്ടല്ലല്ലോ 10,000 കൂടെ തന്നിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് BJPക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിൽ CPM ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് CPM നേതൃത്വം സമ്മതിച്ചിരിക്കുക. ആ കച്ചവടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ BJPക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സമ്മതിക്കുന്നു, വോട്ട് 2016 ചില മണ്ഡലത്തിൽ കൂടിയിട്ടുണ്ട്, ചില മണ്ഡലത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നുണ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് ഉണ്ടായത്. ഈ PR കമ്പനികൾ LDFന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നുണപ്രചരണത്തിൻ്റെ രാഷ്ട്രീയം, ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു നുണരാഷ്ട്രീയമാണ്. ആ നുണരാഷ്ട്രീയത്തിൻ്റെ താൽക്കാലികമായ വിജയം, അതിൽ ചില നിഷ്പക്ഷമതികൾ, നമ്മുടെ BJPക്ക് ലഭിക്കേണ്ട നിഷ്പക്ഷമതികളെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും, പരിശോധിക്കും. എനിക്ക് CK പത്മനാഭൻ പറഞ്ഞതിനെക്കുറിച്ച് എനിക്കറിയില്ല.
ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾ നേതൃത്വത്തെ പിന്നെ മാറ്റേണ്ടതോ നേതൃത്വ മാറ്റത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിൽ എന്താ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പരിശോധന നടത്തും, പഠിക്കും. കാട്ടാക്കടയിലും ഇതുപോലെ തന്നെ നിഷ്പക്ഷപാതികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകൾ ചിലത് ഞങ്ങൾ കിട്ടിയിട്ടില്ല. കാട്ടാക്കട ഉൾപ്പെടെ കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഈ PR വർക്ക്, അതായത് കൊറോണ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സൗജന്യ റേഷൻ, സൗജന്യ കിറ്റ്, അത് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ നൽകിയ കിറ്റായിട്ടാണ് അവർ പ്രചരിപ്പിച്ചത്. ആ പ്രചരണം, നുണപ്രചരണം ഒരളവിൽ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP എല്ലാ വീടുകളിലും, വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ കേന്ദ്ര പദ്ധതി പ്രകാരമാണ് വെളിച്ചെത്തിച്ചത്. ജൽജീവൻ മിഷൻ, വെള്ളം കിട്ടാത്ത വീടുകളിൽ വെള്ളം കൊടുത്തു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മോഡിയുടെ പദ്ധതിയല്ല, തങ്ങളുടെ പദ്ധതിയാണെന്ന് നുണപ്രചരണം നടത്തി അത് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും PR ഒരു ഭാഗത്ത് ഭരണം, കേരളത്തിലെ ഭരണമുണ്ട്, അവരുടെ സംഘടനാ സംവിധാനമുണ്ട്, PR വർക്കുണ്ട്, ഇതൊക്കെ ചേർന്നുകൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ആ ഞാൻ പറഞ്ഞല്ലോ, ഈ നുണ രാഷ്ട്രീയത്തിന് ലഭിച്ചിട്ടുള്ള താൽക്കാലികമായ വിജയം. ഞങ്ങളിത് പറയുമ്പം തന്നെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഈ LDFൻ്റെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. 5000 അല്ല. അല്ല, അവിടെ കുണ്ടറയിൽ 2016 ലഭിച്ചതിനേക്കാൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പാലക്കാട് കൊല്ലം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് പാലക്കാട് ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അക്കാര്യത്തെക്കുറിച്ച് മൊത്തം എത്ര വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഓരോ മണ്ഡലത്തെയും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും, പരിശോധിക്കും. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 13,000 വോട്ടാണ് കിട്ടിയത്. ഇപ്പൊ അവർ നല്ലപോലെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അവരുടെ വോട്ട് ഷെയർ. LDFന് 5,000 വോട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആർഗ്യുമെന്റിൽ എവിടെയാണ് ഈ? അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ഉദാഹരണത്തിന് ഞാൻ പറയാം. കോൺഗ്രസിന് 13,000, അവർക്ക് കോൺഗ്രസിന്റെ ഒരു മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവരുടെ ആ നേതൃത്വത്തിനാണ്. ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPയെ തോൽപ്പിക്കാൻ മുൻ KPCC പ്രസിഡന്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്കെതിരായി UDF നടത്തിയ പോരാട്ടം പോലെ തന്നെയാണ് പിണറായി സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടവും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ധർമ്മടത്ത് ആരും അറിയാത്തൊരു സ്ഥാനാർത്ഥിയെ ഈ UDF നിർത്തിയത്, കോൺഗ്രസ് നിർത്തിയത്? അവിടെ ഉണ്ടായിരുന്നല്ലോ വർക്കിംഗ് പ്രസിഡന്റ് ആ ജില്ലയിൽ, KPCC വർക്കിംഗ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ, KPCCയുടെ ഒരുപാട് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു മണ്ഡലത്തിൽ പോലും, അവരുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ബ്ലോക്കിന് താഴെ, അവിടെ പോലും അറിയാത്തൊരു നേതാവിനെ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുക. പക്ഷേ നേമത്ത് വന്നിട്ട് ആകെ ഒരു സീറ്റുള്ള BJPക്ക് ആ നേമത്ത് മുൻ KPCC പ്രസിഡന്റ് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് യാതൊരു സംശയമില്ല. തോക്കോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം മുരളീധരൻ ജയിക്കാനല്ലല്ലോ വന്നത്. മുരളീധരൻ 3ാം സ്ഥാനത്തൊക്കെ ആണല്ലോ വന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ഒരു ലോജിക്ക് ആണല്ലോ. അത് അരിയാഹാരം കഴിച്ച ആർക്കും അത് മനസ്സിലാവുമല്ലോ. ഇപ്പം സംഭവിച്ചു അത് തന്നെയാണല്ലോ. അല്ല, നേമത്ത് 3ാം സ്ഥാനമാണ് ലഭിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം സംഭവിച്ചിരിക്കുന്നു. ധർമ്മടത്ത് അറ്റ്ലീസ്റ്റ് 2ാം സ്ഥാനം കിട്ടുമായിരുന്നു.
പരാജയപ്പെട്ടെന്ന് പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താഞ്ഞത് കൊണ്ടാണ് BJP ജയിച്ചതല്ല എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇതിന് സമാനമായ പ്രസ്താവനയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വളരെ വിനയാന്വിതനായി പറയുകയാണ്, തുടർഭരണം നടന്നോട്ടെ. ഇപ്പം ബംഗാളിൽ 34 വർഷത്തെ തുടർഭരണത്തിന് ശേഷം ഞങ്ങൾ അവരുടെ അക്കൗണ്ട് പൂട്ടിച്ച ബാങ്ക് തന്നെ ലിക്വിഡേറ്റ് ചെയ്തു. ഞങ്ങൾ ത്രിപുരയിൽ ഞങ്ങൾ 25 വർഷത്തെ CPM ദുർഭരണത്തിന് ശേഷം ഞങ്ങൾ അവിടെയും CPM ലിക്വിഡേറ്റ് ചെയ്തു. വെറും അക്കൗണ്ട് ക്ലോസിംഗ് അല്ല, തുടർഭരണം വരുന്നുണ്ട്. അത് CPM ലിക്വിഡേഷനിൽ ഒരുപക്ഷെ എത്തിയാൽ നമുക്ക് ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ, ഇന്ത്യൻ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അതിപ്പോൾ കാത്തിരുന്ന് കാണാം. ഞാനതിൽ പറയുന്നത്, തുടർഭരണമാണ് ഒരു CPM ലിക്വിഡേഷന് കാരണമായത്. അത് ലോക ചരിത്രം പരിശോധിച്ചാലും മനസ്സിലാകും, നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം വായിച്ചാലും പഠിച്ചാലും മനസ്സിലാവും. അതുകൊണ്ട് ഈ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ മുഖ്യമന്ത്രി ഈ കോൺഗ്രസുമായി ഉണ്ടാക്കിയ വോട്ട് കച്ചവടം, കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണ, ജിഹാദി സംഘടനകളുമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകൾ, ധാരണ, ഇതിനെക്കുറിച്ച് പറയുകയും വേണം. അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത്, ഈ കോൺഗ്രസുമായി ഉണ്ടാക്കുന്ന കച്ചവടവും ജിഹാദി സംഘടനകളുമായി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സഖ്യവും ആ പാർട്ടി ഗുണകരമാകുമോ എന്ന് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള PB പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും മാർക്സിസ്റ്റ് നേതൃത്വവും ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. BJPയെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടങ്ങളൊക്കെ തങ്ങളുടെ പാർട്ടിക്ക് ഗുണകരമാവുമോ, പാർട്ടിയുടെ ഭാവിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് PB മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു ആദരണീയനായ സീനിയർ CPM നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരാത്മപരിശോധന നടത്താനും CPM ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താനും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഭാരതം എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അതിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ച ഇപ്പൊ പിണറായി വിജയന്റെ ഒരു പ്രകടനം, അത് BJP സന്തോഷമുണ്ട്. എങ്ങനെയാണ് എങ്ങനെ? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അല്ല, ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ഭാരതം എന്നല്ല, മറിച്ച് ഞങ്ങൾ അഴിമതി മുക്ത ഭാരതം, പട്ടിണി മുക്ത ഭാരതം, ഈ തരത്തിലാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തെക്കുറിച്ച് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അഴിമതി മുക്ത കേരളം എന്ന് പറയുമ്പോൾ കേവലം കോൺഗ്രസ് മാത്രം പരാജയപ്പെട്ടാൽ പോലെ CPM പരാജയപ്പെടണം. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കാത്ത, അതുപോലെ തന്നെ ഡോളർ കടത്തോ നടക്കാത്ത, ഹവാലയോ റിവേഴ്സ് ഹവാലയോ ഇല്ലാത്ത, കമ്മീഷനും കൈക്കൂലിയും കൈപ്പറ്റാത്ത ഒരു ഭരണക്രമത്തെക്കുറിച്ചാണ്, ഭരണകൂടത്തെക്കുറിച്ചാണ്, ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ അർത്ഥം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഏത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിലവിലുള്ള ഒരു സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ തലത്തിലെത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും, പരിശോധിക്കും. അല്ല, ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും അവർക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തണം, അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഞാനതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സ്ഥാനാർത്ഥി വന്നത് അതൊരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് CPM കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യമായ പ്രസ്താവനയിലൂടെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് പൊതുസമക്ഷം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണം. അങ്ങനെ ധാരണയുണ്ടായിരുന്നോ? ചർച്ച നടന്നിരുന്നോ? ഈ AK ബാലനും KPCC പ്രസിഡന്റിൻ്റെയും പ്രസ്താവന നമ്മുടെ ഒരു സംഘടനാപരമായ ഒരു തീരുമാനമായിരുന്നില്ലേ, നിലപാടായിരുന്നില്ലേ? അത് സ്വാഭാവികം പറയണം. എങ്ങനെ? പാർട്ടിയുടെ എന്താ അങ്ങനെ? എങ്ങനെ
സ്റ്റാർ പ്രചാരക കേരളത്തിൽ വന്ന സ്റ്റാർ പ്രചാരകന്മാരൊന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നു. പ്രധാനമന്ത്രി പ്രസംഗിച്ച പ്രസംഗപീഠം എൻ്റെ കാട്ടാക്കട തന്നെ ഉണ്ടാകണം എന്ന് പറയാൻ പറ്റുമോ? അവിടെയും കാട്ടാക്കടയും തമ്മിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുള്ളത്? ഒന്ന്. രണ്ട്, പിന്നെ രണ്ടാമത് വന്ന യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, എൻ്റെ മണ്ഡലത്തിൽ വൻ പ്രചരണ യോഗത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടത്. ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ത്രിപുര മുഖ്യമന്ത്രി വിപ്ലവദേവ. അതിനുശേഷം കേന്ദ്ര ധനകാര്യ സഹമന്ത്രി എൻ്റെ മണ്ഡലത്തിൽ പ്രചരണത്തിൽ യുവസംഗമ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്ര നേതാക്കന്മാർ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി മൊത്തം നടന്നിട്ടും കേരളത്തിലൊന്നും സംഭവിച്ചില്ലല്ലോ. രാഹുൽ ഗാന്ധി പോകുന്നു, പക്ഷെ നേതാക്കന്മാർ പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അല്ല, രാഹുൽ ഗാന്ധി പോകുന്നു അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് പല കാരണങ്ങളും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതെന്താണെന്ന് പരിശോധിക്കേണ്ടത്. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ഇത് തന്നെയാണെന്ന് വിചാരിക്കാം. ഇതിനെ കൗണ്ടർ ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണ് ബിജെപി? അതെ, ഏതായാലും അതൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും BJP നേരിടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു മുന്നണിയെയുമാണ്. കേരളത്തിൽ BJPക്ക് നേരിടേണ്ടി വരുന്നത് സംയുക്ത മുന്നണിയെയാണ്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകുന്ന LDF UDF സംയുക്ത മുന്നണിയെയാണ് BJPക്ക് നേരിടേണ്ടി വരുന്നത്. അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ച് ഞങ്ങൾ അതിനെ ആലോചിക്കും, ചിന്തിക്കും, അതിന് രൂപം നൽകും. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം, പരക്കൂട്ട മണ്ഡലം BJP ഏറെ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് BJPയുടെ വളർച്ച നിർത്താൻ താഴോട്ടാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്താണ്? അല്ല, ഞാൻ ഒരിക്കലും ഞാൻ യാഥാർത്ഥ്യം അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ നിങ്ങളെല്ലാവരുടെയും ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 2016 ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്നതിനേക്കാൾ ഞങ്ങൾ പഠിക്കും, പരിശോധിക്കും. അതല്ലേ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അത് ഞാൻ അംഗീകരിക്കാതിരുന്നിട്ടില്ല. ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് അക്കാര്യം വ്യക്തമാക്കിയത്. കേരളം പോലൊരു സമൂഹത്തിൽ 35 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഭരണം പിടിക്കുമെന്ന് പറയുന്ന ഒരു കുതിര കച്ചവടത്തിന് സാധ്യത പറയുന്ന പ്രസ്താവന, ഒരു സംസ്ഥാന പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ 2 മണ്ഡലങ്ങളിലേക്ക് മാറി പറക്കുന്നു, ഇതൊക്കെ സമൂഹം അംഗീകരിക്കുമെന്ന് തോന്നുന്നു. അല്ല, ഇതിൽ 35 മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അതായത് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി പദത്തിലെത്താൻ പറ്റൂ എന്നുള്ള, അതുകൊണ്ട് ആ കേവല ഭൂരിപക്ഷം കിട്ടുമോ? അതായത് ചോദ്യം. സ്വാഭാവിക കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ സാധിച്ചേക്കും. കാരണം നമ്മുടെ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേവല ഭൂരിപക്ഷം ഇല്ലാത്ത കക്ഷികളുടെ നേതാക്കന്മാർ പ്രധാനമന്ത്രിയായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദേശീയ തലത്തിൽ നോക്ക്, ഞങ്ങൾക്ക് 116 സീറ്റ് ലഭിച്ചു. BJPക്ക് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ലോക്സഭയിൽ ഞങ്ങളായിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു. 26 MP-മാരുള്ള പാർട്ടിയുടെ നേതാവ് ദേവഗൌഡയും ഗുജറാളും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. സ്വാഭാവിക. നമ്മുടെ 1900 ഇപ്പോൾ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാര തുടർച്ച ലഭിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഐക്യമുന്നണിക്ക് അധികാര തുടർച്ചയ്ക്ക് അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് എത്ര മുഖ്യമന്ത്രിമാരാണ് വന്നത്? കരുണാകരന് ശേഷം PK മുഖ്യമന്ത്രിയായി, CH മുഹമ്മദ് മുഖ്യമന്ത്രിയായി. ഇവരൊന്നും കേവല ഭൂരിപക്ഷം ഉള്ള പാർട്ടിയുടെ നേതാവായിരുന്നില്ല. അത്രമാത്രമേ ആ ഉത്തരം പറഞ്ഞൊരു കാര്യമുള്ളൂ. അല്ല, ഇദ്ദേഹത്തിൻ്റെ ചോദ്യമല്ല. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം കറക്റ്റ്. അതല്ല, സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞല്ല ഞാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് BJP ജനങ്ങളെ അഭിമുഖീകരിച്ചത്. ഈ അജണ്ട ഫിക്സ് ചെയ്തതിൽ BJP പിഴച്ചിട്ടുള്ളത് ശബരിമല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ജനങ്ങൾ നിരാകരിച്ചു എന്നതിന്റെ തെളിവുകൂടെയല്ലേ BJPക്ക് വോട്ട് കുറഞ്ഞത്? ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഈ സർക്കാർ രണ്ടാമത് തുടർഭരണം ഉറപ്പിച്ചത്? അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്
7 വർഷക്കാലം കേന്ദ്ര ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും അതുപോലെ വികസന പ്രവർത്തനങ്ങളുമാണ് ഒന്ന്. 2, ഞങ്ങൾ ഈ നിലവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി സർക്കാരിൻ്റെ അത് അധോലോക സർക്കാരാണെന്നും ആ അധോലോക സർക്കാരിനെക്കുറിച്ച് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, കേവലം 5 വർഷം കേരളത്തിൽ ഭരണം നടത്തിയ LDFൻ്റെ അധോലോക സർക്കാരിനെക്കുറിച്ച് മാത്രമല്ല, അതിനു മുൻപത്തെ 5 വർഷം കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന UDFൻ്റെ അധമ സർക്കാരിനെക്കുറിച്ചും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ശബരിമല എന്നുള്ളത് ഒരു കേവലം തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിൽ നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം അതില്ലാതാക്കുന്നത് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. അത് CPMൻ്റെയും LDFൻ്റെയും ഹിഡൻ അജണ്ടയാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ തകർക്കുക, വിശ്വാസങ്ങൾ ഇല്ലാതാക്കുക, ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുക എന്നതൊക്കെ അതിനെ ഈ ഹിഡൻ അജണ്ട ഞങ്ങൾ ജനങ്ങളോട് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞാലും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും. അല്ല, യാത്ര ഏതൊക്കെ രീതിയിൽ യാത്ര ചെയ്യണം എന്നൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ചിന്തിക്കട്ടെ. ഇവിടെ ഇതുവരെ യാത്ര ചെയ്യുന്ന ഏതൊരു നേതാക്കന്മാർ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ലേ? ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഗവൺമെൻറ് നേട്ടങ്ങളുടെ പട്ടികയുമായിട്ട് നടത്തിയിട്ടുള്ള പ്രചരണം അതിന് എത്ര കോടി ചെലവഴിച്ചത് ഗവൺമെൻറ് ഖജാനാവിൽ നിന്ന്? സ്വാഭാവികമായി. അല്ല, തോറ്റതിൻ്റെ കാരണം വോട്ട് കുറഞ്ഞുകൊണ്ടാണ്. വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും, പഠിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അത്ര ഒരു കമ്മിറ്റിയെക്കുറിച്ച്. പാർട്ടി തീരുമാനിക്കും അക്കാര്യത്തെക്കുറിച്ച്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിക്കും. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾ എന്താണെന്നുള്ളത്. ഏതായാലും ഈ മലിനീകരണം ഇല്ലാതാക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഞങ്ങളൊരു അജണ്ടയാണ്. അത് പുഴയിലെ മാലിന്യം മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെ മാലിന്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ള ഞങ്ങൾ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം. ആ പ്രവർത്തനം ഞങ്ങൾ തുടരും. അല്ല, ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഈ സ്വച്ഛ് ഭാരത് പദ്ധതി ഉണ്ട് പ്രധാനമന്ത്രിയുടെ. അത് കേവലം ഈ റോഡരികിലുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് മൊത്തം ജനങ്ങളെ ഉപേക്ഷിച്ച പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അപ്പോൾ ഇവിടെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ രാഷ്ട്രീയ പുറമ്പോക്കിൽ. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഈ 2 പാർട്ടികളുള്ളത്. സ്വാഭാവികമായിട്ടും ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മാത്രം ചില മാലിന്യങ്ങളുണ്ട്, അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് നീക്കം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കേരളത്തിൽ ബാക്കി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാന ജനങ്ങളും അത് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ, ത്രിപുരയിൽ. അങ്ങനെ ഞങ്ങളുടെ പാർട്ടി യാതൊരു മാലിന്യമില്ല. വളരെ ശുദ്ധീകരണമുള്ള പാർട്ടിയാണ്.